മഹാവിപത്തിനെതിരായ നമ്മുടെ ഈ പോരാട്ടത്തിന് ഒപ്പം നിൽക്കുകയാണ് സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ ദേശം കടവിലാണ്. ഇവിടെ വാളശ്ശേരിൽ റിവർ സ്വിമ്മിംഗ് ക്ലബ് അംഗങ്ങൾക്കൊപ്പമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ ക്ലബിന്റെ ലീഡറായിട്ടുള്ള സജി വാളശ്ശേരിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ചേട്ടാ, നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം തന്നെ നീന്തലാണ് ലഹരി എന്നുള്ളതാണല്ലേ? നീന്തൽ പതിവായിട്ട് 1 മണിക്കൂർ രാവിലെ 1-1.5 മണിക്കൂർ നീന്താൻ ഇടവന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലഹരിയിലും അടിമപ്പെടൂല. ആർക്ക് വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ നവംബർ തുടങ്ങി മെയ് 31 വരെയുള്ള സമയത്ത് സൗജന്യമായിട്ട് നീന്തൽ പഠിച്ചു പോകാം. വെറും 16 ദിവസം മതി. 3 വയസ്സ് തുടങ്ങി 80 വയസ്സ് വരെയുള്ള സ്ത്രീ പുരുഷ ഭേദമന്യാണ് ഇവിടെ എല്ലാവരും നീന്തൽ പഠിച്ച് പുഴ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നും നീന്തിക്കൊണ്ടിരിക്കുന്നതും. നീന്തലാണോ വലിയ ലഹരി? 2021 ഞാൻ പഠിക്കാൻ തുടങ്ങിയതാ. ഇവിടെ വന്ന് നീന്താന്ന് പറയുമ്പോൾ രാവിലെ തന്നെ ഭയങ്കര ആവേശമാണ്. അദ്ദേഹം മുംബൈയിൽ നിന്നാണ് ഇത്തരത്തിൽ നീന്തൽ പരിശീലനത്തിനായി എത്തിയിട്ടുള്ളത്. ഞാൻ ആക്ച്വലി ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. ഡിപ്രഷൻ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായി. പക്ഷേ സിഗരറ്റ് നിർത്തിയതോടെ എല്ലാം പെട്ടെന്ന് പഠിക്കാൻ പറ്റി, ഒരു ആത്മവിശ്വാസം ഉണ്ടായി. അങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് നമുക്ക് ഇതാക്കാൻ തോന്നുന്നത്. ആക്ച്വലി ഇതും ഒരു അഡിക്ഷൻ തന്നെയാണ്. മെയിനായിട്ട് ഇവിടെ എല്ലാവരും വരുന്നത് തന്നെ ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ ഒരു ബേസിക്കലി ഒരു ഫാമിലി പോലെയാണ്. എല്ലാവരും നമുക്ക് തമ്മിൽ അറിയാം. നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ ഒരു സ്ട്രേഞ്ചർ പോലെ ആയിരുന്നു എല്ലാവരും. പക്ഷെ പിന്നെ നമ്മൾ വളാശ്ശേരി ഫാമിലിയായി. 16 വർഷമായിട്ട് ഞങ്ങളുടെ സജി സാറ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ദൗത്യമുണ്ട്. വരും തലമുറയെ നവീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ള ഈ കാരണന്മാരടക്കമുള്ള തലമുറയെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് നിർത്തുന്നതിലൂടെ നമുക്ക് ലഹരിയിൽ നിന്ന് വരും തലമുറയെയും ഇപ്പോൾ ഉള്ള തലമുറയെയും പിന്തിരിപ്പിക്കാൻ സാധിക്കും. ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കരളും മറ്റുള്ള എല്ലാ കിഡ്നിയൊക്കെ അടിച്ചു പോകും. അപ്പം എല്ലാവരും എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റിയും ചെയ്തിട്ട് നല്ലൊരു ജീവിതം നയിക്കട്ടെ. ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അത് ഭയങ്കര മോശപ്പെട്ട കാര്യമാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ഡോക്ടർ തന്നെ ചേരുന്നുണ്ട്. നീന്തലിന് എല്ലാ മസിലുകളും ഒരുപോലെ ജോയിൻറ്റുകൾക്കൊന്നും കേടുപാടുകൾ സംഭവിക്കാതെ നമ്മൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു എക്സസൈസാണ്. വെള്ളം കാണുമ്പോൾ ദൂരെ നിന്നിട്ട് നമുക്ക് പേടിയാണത്. 1-2 ദിവസം മുങ്ങിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഭയം, നമ്മുടെ വെള്ളത്തിൽ നിന്നുള്ള ഭയം മാറുകയാണ്. അസുഖബാധിതനായിരുന്നു. അറ്റ് പ്രസന്റ് എനിക്ക് മരുന്നുകളൊന്നും ആവശ്യമില്ല. ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി ആരോഗ്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. തലമുറയോടും ഇവർ മുന്നോട്ട് വെക്കുന്ന ആഹ്വാനം ഇത് തന്നെയാണ്. സേ നോ ടു ഡ്രഗ്സ്. ജീവിതം ഏറ്റവും കൂടുതൽ ആസ്വദിക്കാം. മറ്റു സിന്തറ്റിക് ലഹരികളോട് വിട പറയാം. അല്ലാതെ നമുക്ക് ഇത്തരത്തിലുള്ള പരിശീലനങ്ങളുടെ ജീവിതം തന്നെ ഒരു ലഹരിയായി മാറ്റാം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സംഘടനകളെല്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം. വിനോദിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി.